പ്രൈസ് ലോർഡ്. ക്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിന്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുനാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. അത് ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 71 അധ്യായം 20 വാക്ക് എങ്ങനെ പറയുന്നു: അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയവനെ, നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഭൂമിയുടെ ആഴങ്ങളിൽ നിന്ന് ഞങ്ങളെ തിരികെ കയറ്റും. ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ഒരു വൃദ്ധനായ മനുഷ്യന്റെ പ്രാർത്ഥനയാ. വിടുതലിന് വേണ്ടിയുള്ള വൃദ്ധന്റെ പ്രാർത്ഥന എന്നാണ് ഇതിന്റെ ഹെഡിങ് കൊടുത്തിരിക്കുന്നതെങ്കിലും നമ്മ ഈ കൂടുതൽ സ്കോളേഴ്സ് പറയുന്നത് ദാവീദാണ് എഴുതിയിരിക്കുന്നതാണ് പറയുന്നത്. എന്നാൽ ഹല്ലേലൂയ, നമുക്കറിയാം ദാവീദ് എഴുതാനുണ്ടായ സാഹചര്യം എന്ന ഹല്ലേലൂയ നാം ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ നാം ഇതിന് പുറകേറ്റുള്ള വിവരണങ്ങൾ നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കഴിയുന്നത് തന്റെ മകനായ അബ്ശാലോം തനിക്ക് നേരെ എതിരായി നിൽക്കുകയും ഹല്ലേലൂയ ഗൂഢാലോചന നടത്തുകയും ചെയ്തപ്പോൾ ഹല്ലേലൂയ ആ പ്രതിസന്ധി ഘട്ടങ്ങളില് ദാവീദിന്റെ തന്നെ അവസാന സമയങ്ങളില് വർഷങ്ങളില് അദ്ദേഹം ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുകയും ആശ്രയിക്കുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. ആമേൻ ഹല്ലേലൂയ. ഇതിന്റെ സങ്കീർത്തനങ്ങളുടെ ഹല്ലേലൂയ ആമേൻ സങ്കീർത്തനങ്ങൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നെങ്കിലും ആമേൻ ചില സമയങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു പക്ഷേ താൻ ഹല്ലേലൂയ ദാവീദ് തന്റെ ജീവിതത്തിൽ തന്റെ ശത്രുക്കളെ ഭയന്ന് ഓടിപ്പോയപ്പോൾ താൻ കുഴിയിൽപ്പെട്ടുപോയ അനുഭവങ്ങൾ, കഷ്ടതയുടെ ആഴത്തിലേക്ക് കയറിപ്പോയ സമയങ്ങൾ, ഇറങ്ങിപ്പോയ സമയങ്ങളിലൊക്കെ അല്ലെങ്കിൽ ദാവീദ് ദൈവത്തോട് നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ഒരു വേദഭാഗമാണിത്. ഇവിടെ ദാവീദ് പറയുകയാണ്, അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഞങ്ങളെ കാണുമാറാക്കിയ ദൈവമെന്ന്. ദാവീദിനെ വ്യക്തമായിട്ട് അറിയാം തന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ എന്ത് ചെയ്യുക ദൈവം അറിഞ്ഞിട്ടാണ്. ദൈവമാണ് എന്ത് ചെയ്യുക ഈ കഷ്ടങ്ങളും അനർത്ഥങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരുത്തിയത്, അതെല്ലാം കാണുവാൻ നമ്മെ ഇടയാക്കിയത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ഭക്തനായ മനുഷ്യൻ പറയുകയാണ്, അനവധി കഷ്ടങ്ങൾ, ഒന്നല്ല രണ്ടല്ല. ജീവിതത്തിൽ ഹല്ലേലൂയ തന്റെ യൗവനകാലം തൊട്ട്, അതായത് തന്റെ പൈതൽ സമയം തൊട്ട്, തന്റെ കൗമാര സമയം തൊട്ട്, താൻ ജനിച്ച ആ സമയം തൊട്ട് അനവധി കഷ്ടങ്ങളിലൂടെയും ഹല്ലേലൂയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനാണ് ദാവീദ്. ദാവീദ് പറയുകയാണ്, എൻ്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും എനിക്ക് വന്ന എതിർപ്പുകൾ, എനിക്ക് വന്ന വേദനകൾ, എനിക്ക് വന്ന കഷ്ടതകൾ, പോരാട്ടങ്ങൾ അതെല്ലാം ദൈവം അറിഞ്ഞിട്ടാണ്, ദൈവം അറിഞ്ഞിട്ടാണ് ഇതൊക്കെയും വന്നത്. എന്റെ ജീവിതത്തിൽ കടന്നു വന്ന കഷ്ടതകളെല്ലാം ദൈവം അറിഞ്ഞിട്ടാണ് വന്നത് എന്ന്. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുന്നത് ദൈവം അറിയാതെയല്ല. അതൊക്കെ അഭിമുഖീകരിക്കുവാനുള്ളൊരു വെല്ലുവിളികൾ എന്ത് ചെയ്യുക നമ്മളെ കടന്നു വരുമ്പോ നമ്മെ അതൊക്കെയും ഹല്ലേലൂയ ഉറപ്പിച്ചു നിർത്തുവാനിടയാകും. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, വേദനാജനകമായ കഷ്ടങ്ങൾ എനിക്ക് കാണിച്ചു വന്ന ദൈവമേ, എന്നെ നീ വീണ്ടും ജീവിപ്പിക്കും. അതേ കഷ്ടങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു, ആ കഷ്ടങ്ങൾ എന്നെ എന്ത് ചെയ്യുക ഒതുക്കി കളയുകയല്ല, എന്നെ നശിപ്പിച്ചു കളയുകയും എന്റെ ജീവനെ എടുത്തു കളയുകയും പകരം എന്ത് ചെയ്യുക എന്നെ ജീവിപ്പിക്കും. പ്രത്യാശയുടെ മനുഷ്യൻ പറയുകയാണ്, കഷ്ടങ്ങൾ ജീവിതത്തിലുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, ശരിയാണ്. പക്ഷെ എന്നാൽ എന്ത് ചെയ്യുക ഈ കഷ്ടങ്ങൾ എന്നെ കൊന്നു കളയത്തില്ല, ഈ കഷ്ടങ്ങൾ എന്നെ നശിപ്പിച്ചു കളയത്തില്ല. അതേ ഞാൻ എന്ത് ചെയ്യുക ഞാൻ ഉയർത്തുക തന്നെ ചെയ്യും. എനിക്ക് ഹല്ലേലൂയ ഈ കഷ്ടങ്ങൾ കടന്നു വന്നാലും എനിക്കൊരു പ്രത്യാശയുണ്ട്. ദൈവം എന്നെ എന്ത് ചെയ്യും ദൈവം എന്നെ വിടുവിക്കും, ഇതിന് എന്നെ പുറത്തു കൊണ്ടുവരും എന്ന് സങ്കീർത്തനക്കാരൻ വിശ്വസിക്കുകയാണ്. അനവധി കഷ്ടങ്ങളും അനർത്ഥങ്ങളും കാണുമാറാക്കി. അതേ ഞങ്ങള് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങളുടെ പിതാക്കന്മാർ എന്റെ ജനമൊക്കെ ഒരുപാട് കഷ്ടങ്ങളോട് കടന്നുപോയി. എന്നാൽ എന്ത് ചെയ്യുക അതിനൊക്കെ ഞങ്ങളെ എന്ത് ചെയ്യുക നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. അതേ അത് ഞങ്ങൾ കുനിഞ്ഞു പോവുകയല്ല, ഞങ്ങൾ ഒതുങ്ങി പോവുകയല്ല, അവിടുന്ന് ദൈവം എന്ത് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്ന് പ്രത്യാശയോട് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി സങ്കീർത്തനക്കാരൻ പറയുകയാണ്, അതെ ഞങ്ങളെ തിരികെ ദൈവം കയറ്റും എന്ന് പറയുകയാണ്. ഹല്ലേലൂയ. ശത്രുക്കൾ ജീവിതത്തിൽ ഉണ്ട്, ബലഹീനതകളുണ്ട്, അവരെ ഉപദ്രവിക്കുവാനും നശിപ്പിക്കുവാനും ഹല്ലേലൂയ നമ്മെ കുറ്റപ്പെടുത്തുവാനും ഒക്കെ എന്ത് ചെയ്യുക ശത്രുക്കൾ ഉണ്ട് നമ്മുടെ ചുറ്റും. നാം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളൊക്കെ വരുമ്പോൾ നിന്ദിക്കുന്നവർ, പരിഹസിക്കപ്പെടുന്നവർ, തളർത്തി കളയുന്നവർ ഒക്കെ നമ്മുടെ ചുറ്റും ഉണ്ടാകും. എന്നാൽ ഹല്ലേലൂയ
ഈ വലിയ കഷ്ടപ്പാടുകൾ, നമ്മുടെ സങ്കടങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ആമേ ഹല്ലേലൂയ, ഇതൊക്കെ ഞങ്ങളെ കാണിച്ച ദൈവം. എന്റെ ജീവിതത്തിൽ കഷ്ടതകൾ വന്നെങ്കിൽ എന്ത് ചെയ്യാ, അതിന് മുന്നിൽ എനിക്കൊരു സന്തോഷം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ദൈവം എന്നെ എത്തിക്കും. ഒരു പ്രത്യാശ ഈ സങ്കീർത്തനക്കാരുണ്ടായിരുന്നു. അമ്മ ഇവർ പറയുകയാണ്, എല്ലാം ദൈവത്തിന്റെ കൈകളിലാണ്. അമ്മ ഞാൻ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും അനുഭവിച്ച കഷ്ടപ്പാടുകളെല്ലാം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം എന്ത് ചെയ്യാ, ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവത്തിന് എന്ത് ചെയ്യും, കഷ്ടത വരുത്തിയ ദൈവത്തിന് ഇതിൽ നിന്ന് കരകയറ്റുവാൻ കഴിയും. ദൈവത്തിന് എന്ത് ചെയ്യാ, നമ്മെ ഹല്ലേലൂയ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും. ദൈവത്തിന് ഹല്ലേലൂയ ഭൂമിയുടെ ആഴങ്ങൾ നമ്മെ തിരക്കി കയറ്റുവാൻ കഴിയും. ദൈവത്തെ ഒരിക്കലും സംശയിക്കരുത്. ദൈവം നമ്മെ ഉപേക്ഷിച്ചെന്നോ മറന്നെന്നോ ഒന്നും ഒരിക്കലും പറയരുത്. ആമേൻ ഹല്ലേലൂയ. കാരണം നാം ചോദിക്കാറുണ്ട് പലപ്പോഴും, കർത്താവേ എന്നെ മറന്നു പോയോ? ആമേൻ ഹല്ലേലൂയ. എന്നെ കാണുന്നില്ലേ അങ്ങ്? എന്റെ സങ്കടങ്ങൾ അങ്ങ് അറിയുന്നില്ലേ? വേദനകൾ അറിയുന്നില്ലേ? അപ്പൊ ഞാൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്ന അറിയുന്നില്ലേ കർത്താവേ എന്നൊക്കെ ആമേൻ നാം ചോദിക്കുമ്പോൾ ദൈവം പറയുകയാണ്, നിന്നെ ഞാൻ ജീവിപ്പിക്കും. ആമേൻ ഹല്ലേലൂയ. ഭൂമിയുടെ ആഴങ്ങൾ ഞങ്ങളെ തിരികെ കയറ്റും. അതോ ഭാഗങ്ങൾ ദൈവം തിരികെ കയറ്റി. കഷ്ടതയാണോ, പാപത്തിന്റെ അനുഭവത്തിലാണോ, ജീവിതത്തിൽ തകർച്ചയാണോ അനുഭവിക്കുന്നത്, ഏത് സാഹചര്യം കടന്നുപോയാലും കർത്താവ് പറയാ, ഞാൻ നിങ്ങളെ തിരികെ കയറ്റും. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കും. ഞാൻ നിങ്ങളെ തിരികെ കയറ്റും. നിങ്ങൾക്ക് ഞാൻ പ്രത്യാശ നൽകും. അപ്പൊ നിങ്ങൾക്ക് ഞാൻ നഷ്ടപ്പെട്ടു പോയ സന്തോഷങ്ങളെ ഞാൻ മടക്കി നൽകും. പ്രത്യാശയോട് ജീവിക്കും. അപ്പൊ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രത്യാശയോട് ജീവിക്കുന്ന സങ്കീർത്തനക്കാരനെ പോലെ ഒരു പ്രത്യാശയോടെ നാം മുന്നോട്ട് പോകാൻ ഇടയാകുന്നെങ്കിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയും. പ്രത്യാശ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതം ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ആശ നഷ്ടപ്പെട്ടു പോയാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ പ്രത്യാശയോടെ ദൈവത്തിന്റെ പാതവരെ അയക്കുന്ന ദൈവവേദിലെ എന്റെ ജീവിതത്തിലെ അവസ്ഥകൾക്ക് ദൈവം വ്യത്യാസം വരുമ്പോൾ നീ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇതൊക്കെ എന്റെ ജീവിതത്തിൽ കടന്നു വന്ന നല്ലത് എന്ന് പറയത്തക്കവണ്ണം എന്ത് ചെയ്യുക, അമ്മേ ഹല്ലേലൂയ, അമ്മേ നിന്റെ നാവ് കൊണ്ട് പറയുവാൻ ഇടയാകും. അമ്മേ ദൈവത്തെ വിട്ടുമാറാതെ, കഷ്ടങ്ങളെ വരുമ്പോൾ വിട്ടുമാറാതെ അമ്മേ ദൈവത്തെ പിൻപറ്റുന്നെങ്കിൽ അമ്മേ നമ്മൾ എന്ത് ചെയ്യാം, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാനിടയായിത്തീരും. ആമേ ഹല്ലേലൂയ. എത്ര കഷ്ടതകളാണെങ്കിലും ദൈവം അവിടെ നിന്ന് ജീവിപ്പിക്കും. അമ്മ എന്ത് ചെയ്യുക, ദൈവത്തിന്റെ വലങ്ങി തന്നെ നേരെ നേരിട്ടും അമ്മ കർത്താവ് നമ്മെ എന്ത് ചെയ്യുക, തകർത്ത് കളയത്തില്ല. അമ്മ നമ്മെ നിന്ദിക്കുന്നതിന് മുമ്പ് ആകെയൊക്കെ ദൈവം നമ്മെ മാനിക്കും. പക്ഷെ പ്രത്യാശയോട് ദൈവത്തിന്റെ പാത വിശ്വസിക്കുക ദൈവത്തെ. അമ്മേ നമ്മുടെ മുമ്പിൽ എന്ത് പ്രതികൂലങ്ങൾ കടന്നു വന്നാലും കർത്താവെ ആഴമായി വിശ്വസിക്കുക. അമ്മേ ഹല്ലേലൂയ. ആഴമായി വിശ്വസിച്ച് മുന്നേറുന്നെങ്കിൽ ദൈവ അവസ്ഥകൾക്ക് വ്യത്യാസം വരും. കർത്താവ് പറയുകയാണ്, അനവധി കഷ്ടങ്ങൾ നീ കണ്ടിട്ടുണ്ടാകാം, അനവധി പ്രയാസങ്ങൾ നീ കടന്നു പോയിട്ടുണ്ടാകും. എന്നാൽ എന്ത് ചെയ്യാം, അവിടുന്നൊക്കെ എനിക്ക് നിന്നെ ജീവിപ്പിക്കാൻ കഴിയും. അമ്മ അവിടുന്നൊക്കെ എനിക്ക് നിന്നെ പുറത്ത് കൊണ്ടുവരാൻ കഴിയും. നിന്റെ ജീവിതം സമാധാനത്തിലേക്ക് കൊണ്ടുപോകാൻ, സ്വസ്ഥതയിലേക്ക് കൊണ്ടുപോകുവാൻ, ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ മാറ്റി, കയ്പിന്റെ അനുഭവങ്ങളൊക്കെ മാറ്റി അമ്മ നിനക്ക് മധുരമാക്കാൻ എനിക്ക് കഴിയും. അതുകൊണ്ട് എന്നെ വിശ്വസിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, കർത്താവിന്റെ സന്നിധി പൂർണ്ണമായും താഴ്ത്തു കൊടുക്കുക. സർവ്വകൃപാലുവായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.